ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ സീസണിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് മിലോസ് ഡ്രിൻസിച്ചിനെ കൊണ്ടുവന്നത്. കഴിഞ്ഞ സീസണിൽ ഭേദപ്പെട്ട പ്രകടനം അദ്ദേഹം നടത്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കുകയും ചെയ്തു. എന്നാൽ അന്ന് തന്നെ പല ആരാധകരും ഇതിനെതിരെയുള്ള അഭിപ്രായങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. കാരണം അദ്ദേഹം ഒരു ശരാശരി താരം മാത്രമാണെന്നും അദ്ദേഹത്തെക്കാൾ മികച്ച ഒരു സെൻറ്റർ ബാക്കിനെ കേരള ബ്ലാസ്റ്റേഴ്സ് അർഹിക്കുന്നുണ്ട് എന്നായിരുന്നു ചില ആരാധകർ അഭിപ്രായപ്പെട്ടിരുന്നത്. ഈ സീസണിൽ മികച്ച രൂപത്തിലുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ ഇപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ പല മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിക്കേൽ സ്റ്റാറെ ഡ്രിൻസിച്ചിനെ പുറത്തിരുത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ഡ്രിൻസിച്ചിന്റെ ആ ഒരു പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നത് കോയഫ് ആയിരുന്നു. മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടതിന് പിന്നാലെ ഡ്രിൻസിച്ച് പങ്കുവെച്ച ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഉണ്ട്. അത് വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട്. അതായത് ഒരു ചീറ്റപ്പുലിയെ കെട്ടിയിട്ട് കുറെ പട്ടികളെ അഴിച്ചു വിട്ടിരിക്കുന്ന ഒരു ചിത്രമായിരുന്നു അത്. പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം എന്തെന്ന് വെച്ചാൽ ഡ്രിൻസിച്ച് തന്നെ സ്വയം ചീറ്റപ്പുലിയായി ഉപമിച്ചു എന്നുള്ളതാണ്. അതായത് ചീറ്റപ്പുലിയായ തന്നെ പരിശീലകൻ കെട്ടിയിട്ടിരിക്കുകയാണ് എന്നാണ് വ്യാഖ്യാനം. സഹതാരങ്ങളെ അദ്ദേഹം പട്ടികളായി ഉപമിച്ചു എന്ന് പലരും ആരോപിക്കുന്നുണ്ട്. അത് എന്തെങ്കിലും ആവട്ടെ. ഏതായാലും ഈ സ്റ്റോറിയുടെ കാര്യത്തിൽ ഈ താരത്തിന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് നമുക്കറിയാം, പൊതുവെ വേഗത കുറവുള്ള ഒരു താരമാണ് ഡ്രിൻസിച്ച്. എതിരാളികളുടെ ഒരു കൗണ്ടർ അറ്റാക്കുകൾ വരുമ്പോൾ ഓടിയെത്താൻ പലപ്പോഴും ഡ്രിൻസിച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. അത് നമുക്ക് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളതുമാണ്. നേരാവണ്ണം ഓടാൻ കഴിയാത്തവനാണോ സ്വയം ചീറ്റപ്പുലിയായി കൊണ്ട് സങ്കല്പിച്ചിരിക്കുന്നത് എന്നുള്ള വിമർശനങ്ങളൊക്കെ ഇപ്പോൾ വ്യാപകമാണ്. പഴയ ട്വിറ്ററിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുമുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ സ്റ്റോറി അത് ഇപ്പോൾ വലിയ രൂപത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.